സ്ത്രീയും പുരുഷനും എല്ലാ നിലക്കും തുല്യമാണെന്ന് പറയാൻ കഴിയും? ലോകം അംഗീകരിച്ചിട്ടുണ്ടാ? ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലല്ലേ? സ്ത്രീ പ്രായോഗികമല്ലാത്ത, പ്രാക്ടിക്കൽ അല്ലാത്ത, മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ സമൂഹത്തിൽ കയ്യടി കിട്ടാൻ എന്തിനാ കൊണ്ടുവരുന്നത്? അതിലൊക്കെ മുസ്ലിം ലീഗിന് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഞങ്ങൾ തുല്യതയല്ല പറയുന്നത്. ഇതിനെ മൂന്ന് വിഷയങ്ങളായിട്ട് കാണാം. എന്താണുള്ളത്? ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഇതിനകത്ത് വർഗീയവാദമുണ്ട്, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു സാമൂഹ്യ വിരുദ്ധതയുണ്ട്. ഈ മൂന്ന് പാറ്റേണിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യണം. എന്താണ് ഇതിനകത്ത് രാഷ്ട്രീയം? ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി സമസ്തയുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമസ്തയുമായി മുസ്ലിം ലീഗിന്റെ PMA സലാം പറഞ്ഞ ഈ കാര്യത്തിനെ സോണിയാഗാന്ധിയും കേരളത്തിലെ MP ആയിട്ടുള്ള സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധിയും ഒന്ന് മറുപടി പറയണമല്ലോ. കോൺഗ്രസിന്റെ നിലപാട്, അവരോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗ് മതേതരത്വം എന്ന് പാർട്ടിപ്പം പറഞ്ഞു നിൽക്കുന്ന ആ പാർട്ടിയുടെ ഈ നിലപാട് കോൺഗ്രസിന് നട്ടല്ലുണ്ടെങ്കിൽ അവർ അംഗീകരിക്കട്ടെ എന്ന് ഈ നിലപാടിന് അവർ മറുപടി പറയും. ഇവരെ അംഗീകരിച്ചാണെങ്കിൽ തള്ളിപ്പറയാനുള്ള നട്ടല് കാണിക്കും. പ്രിയങ്ക ഗാന്ധി ഈ നിലപാടിനോട് എന്താ പറയാൻ പോകുന്നത്? അപ്പം ഇവരുടെ ആവശ്യം എന്താണ്? ഇവർ പറയുന്ന വിഷയം എന്താണ്? ഇവർ യാതൊരുവിധ തരത്തിലും സാമൂഹിക നീതി എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, മലപ്പുറം അടക്കം കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീ മത്സരിക്കുമ്പോൾ അവളുടെ പടം വയ്ക്കൂല, അവരുടെ ഭർത്താവിന്റെ പടം വെച്ചിട്ട് ഓന്റെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യുക എന്ന് പറയപ്പെടുന്ന ഇത്രയും കാട മനസ്സുമായി നടക്കുന്ന, അന്ധമായ മതം ഭക്ഷിച്ച്, മതം വിസർജിച്ച്, മതം ശിരസാവഹിച്ച് നടക്കുന്ന ഇങ്ങനെയൊരു വർഗീയവാദികളുടെ കൂട്ടായ്മയായിട്ട് മുസ്ലിം ലീഗ് അധപതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവർക്കൊരു കാരണവശാലും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന സ്ത്രീ ബില്ലിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവർക്കൊരു കാരണവശാലും നിർത്തലാക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാലോ, 1984 സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്ന കേസിനെ കുറിച്ച് ബഹുമാനിയായിട്ട് ടീച്ചർ ആ വിഷയം കൃത്യമായി പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, അന്നൊരു കോഴിക്കോട് ഒരു സമ്മേളനത്തിൽ ഒരു ജാഥ നടത്തിയത് എനിക്ക് ഇന്നും എൻ്റെ പൂർവികന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ, എൻ്റെ മുൻപത്തെ സീനിയേഴ്സ് പറഞ്ഞു തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. എന്താണെന്നറിയാം? അന്ന് ഇവർ വിളിച്ച മുദ്രാവാക്യമാണ് എന്ത്? 4 കെട്ടും 8 കെട്ടും, വേണ്ടി വന്നാൽ EMSന്റെ ഓളം കെട്ടുന്ന ഒരു മുദ്രാവാക്യം. ഇവർക്ക് ഇങ്ങനെ 4 കെട്ടി 8 കെട്ടി ഇങ്ങനെ നടന്ന് സുഖമായി ബിരിയാണി വെച്ച് കൊടുക്കുന്ന, വീടിനകത്ത് ഇങ്ങനെ പൂട്ടിയിട്ട് അവർക്ക് പുറമേ പോവാനുള്ള മറ്റേ പുറത്തുള്ള സ്വത്തവകാശ സ്വാതന്ത്ര്യമില്ലാതെ, വസ്ത്രത്തിന് വ്യക്തമായ സ്വാതന്ത്ര്യമില്ലാതെ ഇങ്ങനെ പൂട്ടിയിട്ട് കൊണ്ട് ഇവരുടെ ഉസ്താദുമാരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? സ്ത്രീ എന്ന് പറയപ്പെടുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഇവരെന്താണ് കാണുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വോട്ട് ടൂൾ മാത്രമായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത്, ഇവർ സ്ത്രീകളെ കാണുന്നത്. ആ വോട്ടിനും ഈ വോട്ടിനും തുല്യമായിട്ടുള്ള അവകാശം തന്നെയാണല്ലോ അല്ലെ ഇന്ത്യ മഹാരാജ്യത്ത്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ BJP വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇവരെ പോലെയുള്ള വർഗീയമായിട്ട് ചിന്തിക്കുകയും മതാന്ധതയിൽ പെട്ടു പോകുകയുമായിരുന്ന സമൂഹത്തിനെതിരെ തന്നെയാണ്. എന്തിനായിരുന്നു കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു വക്കീല് കുറച്ചു നാൾ മുന്നേ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം 2ാമത് കല്യാണം കഴിച്ചത്? വലിയ വിഭാവനം ചെയ്യുന്ന മുസ്ലിം വിഭാഗത്തിന്റെ നേതാവേ, എന്തിനായിരുന്നു നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരു വ്യക്തി, ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു വക്കീൽ, എന്തിനായിരുന്നു 2ാമത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സ്വന്തം ഭാര്യയെ വീണ്ടും കല്യാണം കഴിച്ചതെന്ന് അറിയാമോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന് ആൺകുട്ടികളുണ്ടായിരുന്നില്ല, 2 പെൺകുട്ടികളായിരുന്നു. തുല്യമായിട്ടുള്ള അവകാശമില്ല കാലശേഷം ആ പെൺകുട്ടികൾക്ക് നിങ്ങളുടെ നിയമപ്രകാരം. അത് ഈ സമൂഹത്തിൽ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ? ഓരോ നിങ്ങളുടെ നിയമങ്ങൾ എടുക്കുക. നിങ്ങൾ മതം 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 എന്നൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ പാവപ്പെട്ട ഈ സ്ത്രീകൾക്ക് അവകാശങ്ങൾ വേണ്ടേ? നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, ഈ PMS സലാമിനൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ ഇത് അംഗീകരിക്കോ? ഞങ്ങൾ ഈ 4 ദിവസം മുൻപല്ലേ ഫോണിൽ കൂടെ ഒരുത്തൻ ഒരു കേക്ക് മുറിച്ചതിന്റെ പേരിൽ അന്നെ ഞാൻ മൊയ് ചൊല്ലിയിരിക്കണോ, തലാക്ക് തലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ജയിലിലല്ലേ? എന്ത് നിയമമാണ് സാർ ഇത്? ഇവിടെ സ്ത്രീകൾ എന്ന് പറയപ്പെടുന്നത് നിങ്ങൾക്ക് അടുക്കളയിലിട്ട് അല്ലെങ്കിൽ അകത്തിട്ട് നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കാനുള്ള വീട്ടുപണിക്കാരിക്കാരെയാണോ സ്ത്രീകളെ നിങ്ങൾ കാണുന്നത്? സ്ത്രീകൾ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിന് ഒരു തരത്തിലും വീടിനകത്ത് സമത്വം പാടില്ല, നാടിനകത്ത് സമത്വം പാടില്ല, പുരോഗമനത്തിൽ അവർ പങ്കെടുക്കാൻ പാടില്ല, അവർക്ക് യാതൊരുവിധ തരത്തിലും വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് ഇവര്. അന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ പിശാചിന്റെ ഭാഷ പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്ന പൊട്ടത്തരം വിളമ്പിയരാണ് ഇവരൊക്കെ. നിങ്ങൾ ആരെയും മനസ്സിലാക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മതത്തിന്റെ അന്ധതയിൽ കുറെ ഉസ്താദുമാർ ഉണ്ടാക്കി തീർക്കണം. നേരത്തെ ഒരു ഉസ്താദ് പറഞ്ഞു കേട്ടില്ല നിങ്ങൾ,
മുകളിലേക്ക് പോയ തേൻ ഇങ്ങനെ ഒഴുകുന്ന പറഞ്ഞ തേൻമഴ ഒഴുകുന്നു, ഒരു അരുവിയിൽ തേൻ, ഒരു അരുവിയിൽ പാൽ, ഇങ്ങനെയുള്ള കുറെ വിദ്യാസുരന്മാരുടെ ലോകത്ത് നിന്നിട്ട് ഈ വക സൂത്രങ്ങൾ പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ വികസനത്തിന്റെ പാതയിലേക്ക് നടന്നു പോകുന്ന, സാമൂഹിക നൈതികത ഉണർത്തുന്ന, സാംസ്കാരിക മേഖലകളിൽ വളരെ ഉന്നമനം ഉപയോഗിക്കുന്ന, പുരോഗമന മേഖലയിലേക്ക് പോകുന്ന ഒരു സമാജത്തിന്റെ യാത്രയിൽ ഇതേപോലെയുള്ള വർഗീയ വിഷജന്തുക്കളെ തിരിച്ചറിയാനുള്ള ഒരു സെൻസ് കേരളത്തിലെ പൊതുസമൂഹം കാണിക്കണം. ഒരു തരത്തിലും ചെറിയ കുട്ടികളായിക്കോട്ടെ, വലിയ കുട്ടികളായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, അവർക്ക് വീടിനകത്ത് സമത്വം കൊടുക്കുന്നതിൽ എന്നും ഇവർ പുറകോട്ട് തന്നെയാണ്. ഇന്നിവർ വോട്ടിന് വേണ്ടി ഈ തട്ടിപ്പ് പറയുന്നു, നാളെ ഇവർ സമൂഹത്തിലും ഈ വക തട്ടിപ്പുകൾ നടത്തും. പ്രായോഗികമായിട്ട് ഇവർക്ക് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറയപ്പെടുന്ന ഇവർക്ക് ഇങ്ങനെ തൊള്ളെ തോന്നിയോണം കല്യാണം കഴിക്കണം, തൊള്ളെ തോന്നിയോണം ഇവർക്ക് ഇങ്ങനെ നടക്കണം, ഇവർക്ക് തോന്നുമ്പോൾ ഒരെണ്ണം മാറി അപ്പുറത്ത്, ഒരെണ്ണം മാറി. അങ്ങനെ നിങ്ങൾക്കൊരു ഇൻസ്ട്രുമെന്റ് ആക്കാനുള്ള ആളല്ല സാർ ഇന്ത്യ മഹാരാജ്യത്തെ സ്ത്രീകൾ എന്ന് പറയപ്പെടുന്നത്. ഇത് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരും നരേന്ദ്രമോദിയും സ്ത്രീ ശാക്തീകരണം വാക്കുകളിലല്ല പ്രവർത്തികളാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സർക്കാരാണ്. നിങ്ങളുടെ അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. PMS സലാം അത് വീട്ടിൽ പോയി പറഞ്ഞോട്ടെ. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നേരെ PMS സലാം അത് പറഞ്ഞാൽ കൃത്യമായി അതിനെ പ്രതിരോധിക്കും. സൗദി പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ പോലും മാറ്റത്തിന്റെ പാതയിലേക്ക് പോകുമ്പോൾ ഈ മുസ്ലിം ലീഗിന് ഇപ്പോഴും അത് ചിന്തിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട് അവരുടെ മനസ്സിനകത്ത് അന്ധമായിട്ടുള്ള വർഗീയതയും ജാതി ചിന്തയും മതചിന്തയും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത് ചെറിയ വിഷയമൊന്നുമല്ല, 10 മിനിറ്റോ 15 മിനിറ്റോ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഈ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ പ്രതിനിധി തന്നെ ജാതി മതം 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 പഠിപ്പിക്കുന്നു. എത്ര തവണയാണ് പറയുന്നത്? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വരികയാണ്, ഇങ്ങനെ തേട്ടി വരിക. അത് തന്നെയാണ് കാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഉള്ളിൽ മറുപടി പറയണ്ടേ? VD സതീശൻ മറുപടി പറയണ്ടേ? പ്രിയങ്ക ഗാന്ധി മറുപടി പറയണ്ടേ? സോണിയാഗാന്ധി ഇതിൽ അഭിപ്രായം പറയണ്ടേ? പറയട്ടെ. അവർക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ അവർ തള്ളി പറയട്ടെ. സ്ത്രീ സമൂഹം അവർ വരില്ലെന്ന് VD സതീശൻ ഇതിന് മറുപടി പറയും. വഴിയെ പോണ കാക്കയ്ക്കും പൂച്ചയ്ക്ക് 2 കൊര കൂടിയെന്ന് മറുപടി പറയും. അതിനും പോലും മറുപടി പറയുന്ന VD സതീശൻ ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയും? ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയും? വയനാട്ടിൽ MP ആയി ജയിച്ചു പോയ കേരളത്തിന്റെ MP പ്രിയങ്ക ഗാന്ധി നാട്ടിലുണ്ടെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ പാവപ്പെട്ട പെൺകുട്ടികളുടെ മുമ്പിൽ പറയട്ടെ, PMS സലാം പറഞ്ഞ പോലെ സ്ത്രീകൾ അടുക്കളയിൽ ഇരുന്നാൽ മതി, സ്ത്രീകൾക്ക് സമത്വം വേണ്ട എന്ന് പറയട്ടെ ഇവർ. അപ്പൊ ഇവർക്കൊക്കെ കൃത്യമായിട്ട് അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ കാലം കാത്തുവെച്ച കാവ്യനിധി എന്നാണ് അതിന് കൃത്യമായി നമ്മൾ പറയേണ്ടത്. ഈ ഒരു സ്ത്രീ ഇനിയിപ്പോ ഒന്ന് ഡൈവേഴ്സ് ചെയ്തു, അവറ്റങ്ങൾ പറഞ്ഞങ്ങോട്ട് ശരിയാക്കി, വാക്കും തർക്കങ്ങളൊക്കെ തീർന്നു, രണ്ടാമത് ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ അപ്പൊ കൊണ്ടുവന്നു ഇവരുടെ ഒരു തട്ടിപ്പ് നിയമം. എന്താ? വേറൊരുത്തനെ കല്യാണം കഴിച്ച് അവനെ ഒഴിവാക്കിയതിന് ശേഷം ഇവര് കല്യാണം കഴിക്കാൻ പാടുള്ളൂ. എവിടെയാണ് ഈ നിയമം? എവിടെയാണ് ഈ നമ്മൾ ജീവിക്കുന്നത്? ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? അത് കഴിഞ്ഞാൽ ഇനി മരിച്ചുപോയ 100 ദിവസം ഇരിക്കുന്ന ഒരു ചടങ്ങ്, ഇവർക്ക് പള്ളിയിൽ പെൺകുട്ടികളെ കയറ്റാൻ പറ്റാത്ത ചടങ്ങ്, നിഷ്കരിക്കാൻ പള്ളിക്ക് അകത്ത് കയറാൻ പറ്റാത്ത കാര്യങ്ങൾ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളായിട്ട് ഞാൻ വിട്ടുകളയുന്നു. ഒരു സദ്യക്ക് പോയ നടുക്കിൽ ഒരു ഒറ്റക്കെട്ട മറ, എന്നിട്ട് അപ്പുറത്ത് ഒരു ടീം ഇരിക്കണം. എവിടെയാണ് നിങ്ങൾ ഈ സമത്വം കാണുന്നത്? എവിടെയാണ് നിങ്ങൾ പുരോഗമനം സംസാരിക്കാനുള്ള നിങ്ങൾക്ക് സാധിക്കുന്നത്? എവിടെയാണ് നിങ്ങൾക്ക് ഒരു മകനെയും മകളെയും ഒരുമിച്ച് കാണാൻ PMS സലാമിന് സാധിക്കില്ലെങ്കിൽ ഈ സമൂഹത്തിലൊരു നേതാവായും ഈ സമൂഹത്തിലൊരു വക്താവായി നിൽക്കാൻ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളത് സാർ? ഉള്ള പൈശാചിക മനസ്സുള്ള വർഗങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ സമൂഹം പ്രതികരിക്കണം.